പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ RSS ആസ്ഥാനത്തേക്കുള്ള സന്ദർശനം വലിയൊരു പ്രാധാന്യമർഹിക്കുന്നു. ഒരു പ്രധാനമന്ത്രി ആയതിനു ശേഷമുള്ള ആദ്യ സന്ദർശനം, പ്രത്യേകിച്ച് RSS ശതാബ്ദി കാര്യങ്ങളിലേക്ക് കടക്കാൻ പോകുന്ന വേള കൂടിയാണിത്. കൂടാതെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP RSSനകത്തൊരു ചെറിയ അസ്വാരസ്യം നിലനിൽക്കുകയും ചെയ്തിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് ഒരു വിജയക്കുതിപ്പാണ് BJPക്ക് ഉണ്ടായത്. അപ്പോൾ പുതിയ ചില ഒരു ദിശാബോധത്തിലേക്കാണോ കാര്യങ്ങൾ മാറുന്നത്? നമസ്തേ. ഈ വിഷയം ചർച്ച ചെയ്യുമ്പോഴേ അതിൻ്റെ കാലിക പ്രാധാന്യമൊക്കെ ചർച്ച ചെയ്യുമ്പം എൻ്റെ മനസ്സിൽ ആദ്യം വരുന്ന ഒരു വാചകം ഇതാണ്: ബാബർ തകർത്ത അയോധ്യ ക്ഷേത്രം, ശ്രീരാമ ജന്മഭൂമി സ്ഥാനത്ത് ക്ഷേത്രം പുനർനിർമ്മിച്ച ശേഷം ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലഘട്ടത്തിൽ ആ ഭരണകൂടത്തിൻ്റെ ഒത്താശയോടുകൂടി തകർത്ത ഡോക്ടർ കേശവ് ബൽറാം ഹെഗ്ഡേവറിൻ്റെ ആ ശവകുടീരത്തിൽ പിന്നീട് ഉയർന്ന സ്മൃതി മണ്ഡപത്തിലേക്ക് ആദരവർപ്പിക്കാൻ വേണ്ടി ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി എത്തി. നരേന്ദ്രമോദിയാണോ ആരാണെന്നുള്ള വിഷയം, ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി എത്തി. അങ്ങനെ എത്തിയത് ഭാരതത്തിൻ്റെ ചരിത്രത്തിലെ നിർണായകമായ നിമിഷമാണ്, ചരിത്രം തിരുത്തുന്ന നിമിഷമാണ്, ഭവ്യമാണ് ആ നിമിഷം. ആ സംഘം എന്ന് പ്രധാനമന്ത്രി തന്നെ പറഞ്ഞ ആ സാംസ്കാരിക വടവൃക്ഷ തണലിലേക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും സംഘത്തിൻ്റെ പ്രചാരകനുമായ നരേന്ദ്രമോദി എത്തിയപ്പം, അവിടെ നമിച്ചപ്പം അതൊക്കെ ഉയർത്തുന്ന നിരവധി കാര്യങ്ങളുണ്ട്, നിരവധി വിഷയങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധയെ തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങ് തുടങ്ങി വെച്ച എല്ലാ ചോദ്യങ്ങൾക്കും ഈ 10 മിനിറ്റ് ചർച്ചയിൽ ഉത്തരമാകും എന്നെനിക്ക് പ്രതീക്ഷയില്ല. അതുകൊണ്ട് ഞാൻ ഒരു പ്രത്യേക വിഷയത്തിലേക്ക് കടക്കുകയാണ്. അതിന് വിരോധമില്ലല്ലോ? ഇല്ല. അത് മറ്റൊന്നുമല്ല, പ്രധാനമന്ത്രി സംഘത്തിൻ്റെ ആ തലസ്ഥാനത്തേക്ക്, ആ സ്ഥാനത്തേക്ക് ചെന്നത് ഒരുപക്ഷെ പുതിയ സംഭവമായിരിക്കും. നരേന്ദ്രമോദിയാണ് പ്രധാനമന്ത്രി എന്ന രൂപത്തിൽ ആദ്യമായിട്ട് അവിടെ എത്തുന്നത്. പക്ഷെ പ്രധാനമന്ത്രിമാരുമായിട്ടുള്ള, ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിമാരുമായിട്ടുള്ള ആ ബന്ധം, ആശയവിനിമയം ഇന്ന് തുടങ്ങിയതല്ല, ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് തന്നെ തുടങ്ങിയതാണ്. ആശയപരമായും ഒരുപക്ഷെ രാഷ്ട്രീയമായും, ഗുരുജിയെ രാഷ്ട്രീയമായി കാണേണ്ട കാര്യമില്ലെങ്കിൽ പോലും ആശയപരമായി തനിക്ക് വെല്ലുവിളിക്ക് ഉയർത്തും എന്ന് കരുതി ജവഹർലാൽ നെഹ്റു ഭയപ്പെട്ട സർസംഘചാലക ഗുരുജി ഗോൾവർക്കർ, ശ്രീ ഗുരുജിയുടെ കാലം തൊട്ട് തന്നെ ആ ബന്ധമുണ്ട്. ഉദാഹരണത്തിന് കാശ്മീർ വിഷയം പരിഹരിക്കാൻ വേണ്ടി രാജാ ഹരിസിംഗിൻ്റെ ആയിട്ടൊരു സന്ധി ഉണ്ടാവണമായിരുന്നു. ഭാരതത്തോട് ചേരുന്നതിനുള്ള തീരുമാനം അദ്ദേഹത്തെ കൊണ്ട് എടുപ്പിച്ച് സൈൻ ചെയ്യിക്കണമായിരുന്നു, അസോസിയേഷൻ ഡോക്യുമെന്റ് സൈൻ ചെയ്യിക്കണമായിരുന്നു. അന്ന് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി, സർദാർ പട്ടേൽ ആഭ്യന്തരമന്ത്രി. അന്ന് ഭാരത സർക്കാർ ഉപയോഗിച്ചത് ആരുടെ സർവീസാണ്? ശ്രീ ഗുരുജിയെ രാജാ ഹരിസിംഗ് ബഹുമാനിക്കുന്നുണ്ടെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ശ്രീ ഗുരുജിയെ ഇടപെടുത്തിയാണ് കാശ്മീരിനെ ഭാരതത്തിൻ്റെ കൂടെ ചേർക്കുന്ന ആ ഡോക്യുമെന്റിൽ ഒപ്പിടിച്ചത്. ചരിത്രവാദം. അതിനുശേഷം ചൈന ആക്രമണത്തിനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് കൃത്യമായും ഗുരുജി ഇദ്ദേഹത്തെ, പ്രധാനമന്ത്രിയെ വിവരം അറിയിച്ചിട്ടുണ്ട്, ഭാരതത്തെ വിവരം അറിയിച്ചിട്ടുണ്ട് ഈ അപകടത്തിൻ്റെ സാധ്യതയെക്കുറിച്ച്. അല്ലാതെ തന്നെ പ്രസ്ഥാനത്തെ എതിർക്കുന്നയാള്, നിരോധിച്ചയാള്, തന്നെ പിടിച്ച് ജയിലിലിട്ടയാള്, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ആദ്യ സർസംഘചാലക്
ഡോക്ടർ കേശവ് ബൽറാം ഹെഗ്ഡേയുടെ ശവകുടീരത്തെ പോലും ആക്രമിക്കുന്നതിന് അവസരം ഒരുക്കി കൊടുത്തൊരു പ്രധാനമന്ത്രിയാണെന്ന് അറിയാമായിരുന്നിട്ട് പോലും രാജ്യ താല്പര്യം മുൻനിർത്തി ചൈനയുടെ ആ ഭീഷണിയെക്കുറിച്ച് കൃത്യമായ സൂചന നൽകി. അവിടെയും അവസാനിക്കുന്നില്ല. നേപ്പാളില് അവിടെ നേപ്പാൾ സന്ദർശനം കഴിഞ്ഞപ്പം ശ്രീ ഗുരുജി അവിടെ ഉയരാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായും പ്രധാനമന്ത്രിക്ക് വിവരങ്ങൾ നൽകിയതിൻ്റെ രേഖയുണ്ട്. ഇനി അങ്ങനെയൊക്കെ അറിയാവുന്നതുപോലെ 62 ചൈന ആക്രമിച്ചു. രാഷ്ട്രീയ സ്വയം സേവക സംഘം ഒരു രണ്ടാം പ്രതിരോധ നിരയുടെ രീതിയിൽ രാജ്യത്തെ സൈന്യവുമായി സഹകരിച്ചു. പ്രധാനമന്ത്രി അപ്പം ജവഹർലാൽ നെഹ്റു ആയിരുന്നു, BJP-കാരനോ ജനസംഘക്കാരനോ ആയിരുന്നിട്ടില്ല. അതിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെ നെഹ്റു തിരിച്ച് സംഘത്തിന്റെ സ്വയം സേവകരെ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുപ്പിക്കുന്നതിന് തയ്യാറായി. അതാണ് നെഹ്റുവിൻ്റെ കാലത്തെ ബന്ധം. ലാൽ ബഹദൂർ ശാസ്ത്രി വന്നു. ശാസ്ത്രി പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലത്താണ് പാകിസ്ഥാന്റെ ആക്രമണം. അതിന് പ്രതിരോധം തീർക്കുന്നതിന് ലാൽ ബഹദൂർ ശാസ്ത്രി കൂടിയാലോചന നേരിട്ട് നടത്തിയ വ്യക്തികളിൽ ഏറ്റവും പ്രമുഖൻ, അതായത് അദ്ദേഹത്തിന്റെ പാർട്ടിയിലല്ലാത്ത, മന്ത്രിസഭയിലോ ഭരണ സംവിധാനത്തിലോ അല്ലാത്ത ഏറ്റവും പ്രമുഖൻ ശ്രീ ഗുരുജി ഗോൾവർക്കറായിരുന്നു. അതാണ് പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയും സംഘത്തിന്റെ സർസംഘചാലകവും കൂടെ അക്കാലത്തുണ്ടായ ബന്ധം. ഇനി ഇന്ദിരാഗാന്ധിയുടെ കാലത്തേക്ക് വരാം. ഇന്ദിരാഗാന്ധിയുടെ കാലത്തും ബംഗ്ലാദേശ് യുദ്ധ സമയത്ത് സംഘം ഇന്ത്യക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ട് സൃഷ്ടിച്ചില്ലെന്നല്ല, എല്ലാ തരത്തിലുള്ള പിന്തുണയും കൊടുത്തുള്ള വിവരം അത് ചരിത്ര സത്യമല്ലേ. ഇനി അതും കഴിഞ്ഞു, അടിയന്തരാവസ്ഥയും കഴിഞ്ഞു. അടിയന്തരാവസ്ഥ സമയത്ത് ഇന്ദിര തെറ്റ് ചെയ്തപ്പം, ഫാസിസം നടപ്പാക്കിയപ്പം ഇന്ദിരയുടെ അധികാരത്തിന് മറുപടി കൊടുത്തത് സംഘമാണ്. പക്ഷേ അതിനുശേഷം ആ വൈര്യനിര്യാതന ബുദ്ധിയും വെച്ച് ഇന്ദിരയ്ക്കെതിരെ ഒരു പ്രഹരത്തിനൊന്നുമല്ല സംഘം തയ്യാറായത്. വെട്ടിച്ചുരുക്കി പറഞ്ഞാൽ ഇന്ദിരാഗാന്ധിയും ബോധപൂർവം തെറ്റു മനസ്സിലാക്കി, സംഘത്തിന്റെ ശക്തി മനസ്സിലാക്കി തന്റെ പിൻഗാമിയായ രാജീവ് ഗാന്ധിയോട് സംഘവുമായി നല്ലൊരു ബന്ധം പുലർത്തണമെന്ന് ആവശ്യപ്പെടുകയും അതിൻ്റെ ഭാഗമായി അന്നത്തെ സർസംഘചാലക ദേവ്രസിയുമായിട്ട് അദ്ദേഹവുമായി അടുപ്പമുള്ളവരുമായി ബന്ധമുണ്ടാക്കിയതുമൊക്കെ ചരിത്രത്തിൽ രേഖപ്പെട്ട് കഴിഞ്ഞു. ഇന്ദിരാഗാന്ധിയുടെ ഏറ്റവും അടുപ്പമുള്ള ഇന്ന് ഭാരതത്തിലെ ഒരു സീനിയർ മാധ്യമ പ്രവർത്തകയായ നീർജ ചൗധരി അടുത്ത കാലത്ത് ഇറക്കിയൊരു പുസ്തകമുണ്ട്. എനിക്ക് തോന്നുന്നു അതിൻ്റെ പേര് ഹൗ പ്രൈം മിനിസ്റ്റേഴ്സ് ഡിസൈഡ് എന്നാണ് തോന്നുന്നത്, എന്നാ എൻ്റെ ഓർമ്മ. ആ പുസ്തകത്തിൽ കൃത്യമായിട്ട് ഇന്ദിരയുടെ അറിവോടുകൂടി രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ അന്നത്തെ സർസംഘചാലക ഡിയോറസിയുമായിട്ട് ബന്ധമുണ്ടാക്കാൻ ശ്രമിച്ചതിൻ്റെയും അതിൻ്റെ വിശദീകരണം കൊടുത്തിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടൊരു വാചകം ആ പുസ്തകത്തിലുണ്ട്. അത് ഇന്ദിര, രാജീവ് ഉൾപ്പെടെ വേണ്ടപ്പെട്ടവരോട് പറയുകയാണ്, പ്ലീസ് ഡോണ്ട് ടേക്ക് ദിസ് മാറ്റർ ടു ഡൈനിങ് ടേബിൾ എന്ന് പറഞ്ഞാൽ ഈ വിഷയം ഡൈനിങ് ടേബിളിൽ നിന്ന് ചർച്ച ചെയ്യുന്ന വിഷയമായിട്ട് മാറരുതെന്ന്. എന്താ അതിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയുമോ? ഡൈനിങ് ടേബിളിൽ ആരൊക്കെ ഉണ്ടാവുക? ഇറ്റലിക്കാരത്തി സോണിയയും ആ ഡൈനിങ് ടേബിൾ ഇരിക്കുമെന്നുള്ള കാര്യം കൃത്യമായി അറിവുള്ളതുകൊണ്ടാണ് ക്രാന്തദർശിയായിരുന്ന ഇന്ദിര അത് ഊണുമേശയിൽ ചർച്ചാ വിഷയമാക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞത്. ഇതാണ് ഇന്ദിരയുമായിട്ടുണ്ടായിരുന്ന ബന്ധം. ഇന്ദിരയെ എതിർത്തതിനോടൊപ്പം തന്നെ കൃത്യമായി ബന്ധം വെക്കേണ്ട സാഹചര്യത്തിൽ സംഘം ബന്ധം വെച്ചിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇത് തന്നെ അതുപോലെ തന്നെ ഒരു കാര്യമാണ്. പഞ്ചാബിലെ ഖാലിസ്ഥാൻ പ്രശ്നം ഉണ്ടായപ്പം ജീവൻ കൊടുത്തും ഭാരതത്തിന്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി പ്രധാനമന്ത്രി ഇന്ദിരയോടൊപ്പം സംഘവും ഉണ്ടായിരുന്നു. ചരിത്രമാണത്. അങ്ങോട്ട് കൂടുതൽ വിശദീകരിക്കാൻ സമയമില്ല. അപ്പം ഞാൻ പറയുന്നത് ഇന്ദിരയുടെ കാലത്തും ഇന്ദിരയുടെ ശിക്ഷണം വഴി വന്ന മകൻ രാജീവിൻ്റെ കാലത്തും വരെ ആ ബന്ധം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ദിര ചെയ്യുന്നത് പോലെ വീണ്ടും രാജീവും തെറ്റ് ചെയ്തു.
അഴിമതിയുടെ അഗ്രേസരനായിട്ട് മാറി ബോഫോഴ്സ് പോലുള്ള കാര്യങ്ങൾ ചെയ്തു. അതുപോലെ തന്നെ ഭാരതത്തിന്റെ ചരിത്രത്തിൽ ഇന്ദിര മരിച്ചതിന്റെ പേരിൽ അർഹതയില്ലാത്ത രാജീവ് ഗാന്ധി അധികാരം പിടിച്ചെടുത്ത സാഹചര്യം വന്നു. ജനങ്ങളും കൂടെ നിന്നു, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ വന്നപ്പം ഭാരതീയ ജനതാ പാർട്ടിക്ക് രാഷ്ട്രീയമായി പുതിയ ഇടം തേടേണ്ടി വന്നു. അത് സംഭവിച്ചു. VP സിംഗ് വന്നപ്പം സംഘവും BJPയും ഒക്കെ ഭരണത്തിന്റെ ഭാഗമാണ്. പിന്നെ നമ്മൾ ആ കാഴ്ചയാണ് കാണുന്നത്, അല്ലേ? അതിനുശേഷം പിന്നൊരു ബന്ധത്തിന്റെ വീഴ്ച വരുന്നതെന്ന് യഥാർത്ഥത്തിൽ വരുന്നത് എൻ്റെ അഭിപ്രായത്തിൽ നരസിംഹറാവുവിൻ്റെ കാലത്ത് വരെ ആ ബന്ധം ഉണ്ടായിരുന്നു. എല്ലാ കാര്യത്തിലൊന്നും അല്ല പറയുന്നത്. നിർണായകമായ കാര്യങ്ങളിൽ നരസിംഹറാവുമായിട്ട് പോലും സംഘത്തിനും ബന്ധമുണ്ടായിരുന്നു, സർസംഘ ചാലകിനും ബന്ധമുണ്ടായിരുന്നു. അത് ചരിത്ര വസ്തുതയാണ്. കാരണം അല്ലെങ്കിൽ അകൽച്ചയില്ലായിരുന്നെങ്കിലും പറയാം. വാജ്പേയി വന്നപ്പോൾ സ്വാഭാവികമായി വാജ്പേയി എന്ന പ്രധാനമന്ത്രിക്ക് സംഘവുമായിട്ട് ബന്ധമില്ലായിരുന്നു ആരും പറയില്ലല്ലോ. സ്വയം സേവകൻ പ്രചാരകനായ വാജ്പേയിയായിട്ട് ബന്ധമില്ലെന്ന് പറയാൻ കഴിയില്ലല്ലോ. അതും കഴിഞ്ഞു. മൻമോഹൻ സിംഗിന്റെ കാലവും സോണിയാഗാന്ധിയുടെ കാലവും എന്ന് പറയുന്നത് അടുത്ത കാലത്ത് സമകാലീന ചരിത്രം എന്ന് പറയാവുന്നതാണ്. അത് കുറച്ച് കഴിയട്ടെ. അപ്പോൾ നമുക്കറിയാം ഏതെങ്കിലും മേഖലയിൽ ഭാരതത്തിൻ്റെ സ്ഥായിയായ വിഷയവുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോൾ ഇങ്ങോട്ട് ചോദിച്ചോ അങ്ങോട്ട് പറഞ്ഞോ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ളോ എന്ന് നമുക്ക് കുറച്ച് കാലം കഴിഞ്ഞിട്ട് പറയാം. ഇല്ലെന്ന് പറയാൻ വരട്ടെ എന്ന് മാത്രം. പിന്നീട് വന്ന് നരേന്ദ്രമോദിയാണ് പ്രധാനമന്ത്രിയായിട്ട് വന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹം ഇപ്പോഴാണ് അമേരിക്കൻ മാധ്യമപ്രവർത്തനങ്ങളിൽ പോഡ്കാസ്റ്റ് തന്നെ പറഞ്ഞു കഴിഞ്ഞു. സംഘമാണ് എന്നെ ഞാനാക്കിയതെന്ന് പറഞ്ഞു. എന്നെ ഭാരതത്തിന് വേണ്ടി തയ്യാറാക്കിയത് സംഘമാണെന്ന് പറഞ്ഞു. ആ നരേന്ദ്രമോദി അങ്ങോട്ട് ചെന്നില്ല നേരത്തെ എന്ന് പറയുന്നത് പോലും ഒരു വിഷയമല്ല. അവിടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും ക്ഷേത്രത്തിൽ പോകുന്നില്ലാത്തത് കൊണ്ട് അങ്ങേക്കോ എനിക്കോ ഈശ്വര വിശ്വാസം ഇല്ലെന്ന് പറയാൻ പറ്റുമോ? നമ്മുടെ നിലനിൽപ്പും ശക്തിയും മുന്നോട്ടുള്ള പോക്കും എല്ലാം ആ ജഗന്യന്താവിൻ്റെ കരങ്ങളാലാണ് നിയന്ത്രിക്കപ്പെടുന്നതെന്ന് ബോധ്യമുള്ള ഒരു ഭൗതിക ജീവിതം നയിക്കുന്ന നമുക്ക് എപ്പോഴും അമ്പലത്തിൽ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. സൗകര്യമുള്ളപ്പം അനിവാര്യമായ സാഹചര്യങ്ങൾ ചിലപ്പം പോവുകയും ചെയ്യും, പോകാതിരിക്കുകയും ചെയ്യും. എന്ന് പറഞ്ഞതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാഗ്പൂരിലേക്ക് പോയതോ ആ സ്മൃതി മണ്ഡപത്തിൽ, അത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ എനിക്ക് ഇവിടെ തന്നെ സൂചിപ്പിച്ചിട്ട് പോകണം. ആ സ്മൃതി മണ്ഡപത്തിൻ്റെയും കൂടെ 1 മിനിറ്റ് അധികം എടുത്താലും അവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അവിടെ 2 പേരുടെ സ്മരണയാണ്. ഒന്നാമത് സർസംഘചാലക്, ആദ്യ സർസംഘചാലക് ഡോക്ടർ ജിയുടെ, രണ്ടാമത് ശ്രീ ഗുരുജിയുടെ. അദ്ദേഹത്തിൻ്റെ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം സർസംഘചാലകനെ അവിടെ തന്നെയാണ് സംസ്കരിക്കുന്നത്. ആ സംസ്കരിച്ച ഇടമാണ് ആദ്യം ഞാൻ സൂചിപ്പിച്ചതുപോലെ അന്നത്തെ കാലത്തെ കോൺഗ്രസ്സുകാർ തല്ലി തകർക്കാൻ ശ്രമിച്ചത്. അല്ലെ അവരെന്നെ ശരിക്കും പറഞ്ഞാൽ അവിടെ ബുദ്ധിമുട്ടുണ്ടാക്കിയത്. അവിടെ സ്മൃതിമണ്ഡപം പണിയുന്നത് 1962 ഏപ്രിൽ 9 എൻ്റെ ഓർമ്മ. അത് പണിയുന്നത് അതിൻ്റെ സ്ഥാപനം നടത്തുന്നത് ശ്രീ ഗുരുജി ഗോൾവർക്കറാണ്. എന്നാൽ അദ്ദേഹം അന്നേരത്തെ ഒരു കാര്യം പറഞ്ഞു, സ്മൃതി മണ്ഡപം 1 മതി, ഡോക്ടർജിക്ക് മാത്രം സ്മൃതി മണ്ഡപം മതി. ഞാനും സർസംഘചാലക, എൻ്റെ കാലം കഴിയുമ്പം ഇവിടെ വേറൊരു സ്മൃതി മണ്ഡപം ഉണ്ടാക്കുമൊന്നും വേണ്ട. ഈ നിർദ്ദേശം കൊടുത്തിട്ടാണ് അദ്ദേഹം കാലയവനിക്കുള്ളി മറിഞ്ഞ്. അതിന് അദ്ദേഹത്തെ സ്മരിക്കാൻ വേണ്ടി ഒരു സ്മൃതി ചിഹ്നം മാത്രമേ അവിടെ കൊടുത്തിട്ടുള്ളൂ. ശ്രീ ഗുരുജിയെ സ്മരിക്കാൻ വേണ്ടി ഒരു സ്മൃതി ചിഹ്നം മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. ഇതിനെ നിങ്ങൾ താരതമ്യം ചെയ്യേണ്ടത് ഒരിക്കൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണെന്ന് പറഞ്ഞ് മഹാത്മാഗാന്ധിയെ അന്തിമ ശ്രമം കൊള്ളുന്ന രാജ്ഘട്ടിനിപ്പുറത്ത് ശാന്തിവനിൽ ഒരിടം തനിക്ക് നേടിയ ജവഹർലാൽ നെഹ്റുവിനെ അംഗീകരിക്കാം. പക്ഷെ ആ പ്രദേശം മുഴുവൻ കുടുംബക്കല്ലറയാക്കി അവിടെ ഇന്ദിര തൊട്ട് സഞ്ജയ് ഗാന്ധിയെ വരെ അവളെ സംസ്കരിച്ച ആ ഒരു
ചരിത്രം കൂടെ താരതമ്യം ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ സ്മൃതി മണ്ഡപത്തിൻ്റെയൊക്കെ കാഴ്ചപ്പാടിൻ്റെ പിന്നിലുള്ള പ്രാധാന്യം പറയുന്നത്. ഏതായാലും ഒരു കാര്യം ഞാൻ കൺക്ലൂഡ് ചെയ്യുമ്പോൾ പറയുകയാണ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ പോയതിന് എല്ലാ അർത്ഥത്തിലും ഉചിതമായ കാര്യം. ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. എന്തായാലും അതിനെ പ്രിയങ്ക വർഗീയവാദ രാഷ്ട്രീയത്തിൻ്റെ ഈറ്റില്ലമായ പാണക്കാട് തങ്ങളുടെ കുടുംബത്തിൽ പോയി സാഷ്ടാംഗം നമസ്കാരം ചെയ്തതുമായിട്ട് താരതമ്യം ചെയ്യാൻ പോലും പറ്റില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.